വീണ, അതായത് എതിർപ്പറിയിച്ച CPM നയിക്കുന്ന സർക്കാർ ഒടുവിൽ ഒപ്പിടുന്നു PM ശ്രീയിൽ. എവിടെയാണ് വഴങ്ങേണ്ടി വന്നത്? കൃത്യമായൊരു ബദൽ അവതരിപ്പിക്കാൻ ഇല്ലെന്നാണോ? തീർച്ചയായും അത് തന്നെയാണ് കൃഷ്ണരാജ്. ഈ ഒരു കൃത്യമായിട്ടൊരു ബദൽ അവതരിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു പദ്ധതി മുമ്പോട്ടുമായി ഈ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കിയില്ലെങ്കിൽ സർക്കാരിന് അത് കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നുള്ളതാണ്. കാരണം വിദ്യാഭ്യാസ രംഗത്ത് അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കടക്കം ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമെന്നുള്ള പദ്ധതിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് സംസ്ഥാന സർക്കാർ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ മാതൃക ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ തന്നെ ആ പദ്ധതി നടപ്പാക്കി അതിൻ്റെ ഗുണഭോഗങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ മാറ്റങ്ങൾ ആ സംസ്ഥാനങ്ങളിൽ പ്രകടമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കേരളം, അതായത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തുമൊക്കെ മാതൃകയാണെന്നും നമ്പർ വൺ ആണെന്നും ഒക്കെ വീമ്പ് പറച്ചിൽ നടത്തുന്ന ഇടതുപക്ഷ സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിന്നാക്കം പോകുമ്പോൾ, ഈ പദ്ധതിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന് സംസ്ഥാന സർക്കാരിന് തീർച്ചയായും അറിയാം. മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മാറ്റം വരുത്തണമെങ്കിൽ ഖജനാവിൽ പണം വേണം. നമുക്കറിയാം, ഒരുപാട് പരിപാടികൾ, ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമം പോലുള്ള പല പരിപാടികൾ ഖജനാവിൽ പണം മുടക്കി ദൂർത്തടക്കമുള്ള പല പരിപാടികൾ നടത്തുന്ന ഒരു ഘട്ടമുണ്ട്. മുഖ്യമന്ത്രി വാഹനമടക്കം വാങ്ങിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായിട്ടുള്ള ഫണ്ടുകളൊന്നും അടക്കം ചിലവാക്കാത്ത ഒരു ഘട്ടമുണ്ട്. പലതരത്തിലുള്ള വിമർശനങ്ങളും ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ, ഒപ്പം തന്നെ ലാബ് അടക്കം തിരുവനന്തപുരം ജില്ലയിലെ ലാബുകളടക്കം പ്രവർത്തിക്കാത്ത പല സ്കൂളുകളുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് ഫണ്ടില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യമുണ്ട്. ഫണ്ടിനായിട്ടുള്ള ഇനിയുള്ള വഴികളൊന്നും സർക്കാരിനില്ല എന്നും തിരിച്ചറിവുണ്ട്. ആ ഫണ്ട് ലഭിക്കേണ്ട വാതിലുകളൊക്കെ അടഞ്ഞു കഴിഞ്ഞുവെന്നും സംസ്ഥാന സർക്കാരിന് ഉത്തമ ബോധ്യമുണ്ട്. ഇനി കേന്ദ്ര സർക്കാരിനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിച്ചാൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ കഴിയൂ എന്നുള്ള വൈകി വന്നൊരു വിവേകം കൂടിയാണ്. ആ വിവേകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയുമായി മുമ്പോട്ട് പോകേ നിവർത്തിയുള്ളൂ എന്നറിയുന്നത്. മാത്രമല്ല, ഈ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ലഭിക്കേണ്ട പണവുമായി ബന്ധപ്പെട്ട്, അതായത് 1500 കോടി രൂപയെക്കുറിച്ചുള്ള തിരിച്ചറിവ് മാത്രമല്ല, ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച്, വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മികവിനെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യവും തിരിച്ചറിവും അതുപോലെ തന്നെ ഉദാഹരണവും മുമ്പിലുണ്ട്. അതിനാൽ തന്നെ അതിൽ പിന്തിരിപ്പൻ മനോഭാവം സ്വീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് അത് കടുത്ത അമർഷങ്ങൾ നേരിടേണ്ടി വരും. പല കോണിൽ നിന്ന് വിമർശനങ്ങൾ നേരിടേണ്ടി വരും. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുന്നണി മര്യാദകൾ ലംഘിച്ചു എന്നടക്കം CPI അടക്കം ഉന്നയിക്കുമ്പോഴും CPIയുടെ കടുത്ത വിമർശനം നിലനിൽക്കുമ്പോഴും ആ എതിർപ്പുകളൊക്കെ മറികടന്നുകൊണ്ട്, ആ എതിർപ്പുകളൊക്കെ വകവയ്ക്കേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ കടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ആ എതിർപ്പിനെ വകവെച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും. പാർട്ടിയെ തന്നെ അത് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും. സംസ്ഥാന സർക്കാരിന് അതിന് ഉത്തരം പറയേണ്ടി വരും. അത് ഉത്തരം പറയേണ്ടി വരുന്നത് പൊതുസമൂഹത്തോടും ഒപ്പം തന്നെ ABVP ഒപ്പുവെച്ചു. സംസ്ഥാനത്തിന് വേണ്ടി വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ഒപ്പുവെച്ചത്. ASF ഇപ്പോഴും എതിർപ്പറിയിക്കുന്നു. CPI നിലപാട് തുടരുന്നു. നാളെ യോഗം ചേരുന്നുണ്ട്, അടിയന്തര സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. മുന്നണി മര്യാദകളുടെ ലംഘനമാണ് നടന്നത് എന്ന് ബിനോയ് വിശ്വം ആവർത്തിച്ച് പറയുന്നു. പക്ഷേ SFI എന്തു പറയും? KSU ഇനി എന്തു മറുപടി പറയും? അതൊക്കെയാണ് നമുക്കിനി കാത്തിരുന്ന് അറിയേണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.